വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുക. ഒന്ന് റാങ്ക്സ് ആർ ഗിവൺ ആയിരിക്കും, മറ്റൊന്ന് റാങ്ക്സ് ആർ നോട്ട് ഗിവൺ ആയിട്ട് തരും, വേറൊന്ന് റാങ്ക്സ് ഈക്വൽ ആയിട്ട് തരും. ഈ 3 കേസിലും എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ 2 ടൈപ്സിലും റാങ്ക്സ് ആർ ഗിവൺ, റാങ്ക്സ് ആർ നോട്ട് ഗിവൺ എന്ന് പറയുമ്പോഴും നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ സെയിം ആണ്. 1 മൈനസ് 1 കോമൺ ടേം ആണ്, മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂ മൈനസ് എൻ. ഇത് ഓരോ ടേം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ക്ലിയർ ആയി പറഞ്ഞുതരാം. റാങ്ക്സ് ഈക്വൽ ആകുന്ന കണ്ടീഷൻസിൽ ചില ഇതിൽ ഈക്വൽ ആയിട്ട് റാങ്ക്സ് വരും. അത് ഞാൻ പ്രോബ്ലം പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ആണ് ഈ ഒരു കാണുന്നത്. ഇത് ലോങ് ഇക്വേഷൻ ആകുമ്പോൾ ഇത് കണ്ട് ടെൻസ്ഡ് ആവണ്ട, ഇത് വളരെ ഈസിയാണ്. ഇതും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് കേസ് ആണ് റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറയുന്നത്. നമുക്ക് എന്താന്ന് നോക്കാം. റാങ്ക്സ് ആർ ഗിവൺ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറയില്ല. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. 2 റാങ്ക്സ് തന്നിട്ടുണ്ടാവും, R1 R2 എന്ന് പറയുന്ന 2 റാങ്കുകൾ തന്നിരിക്കുകയാണ്. ഇത് വെച്ച് നമുക്ക് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ റാങ്ക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഏതാ, ആർ കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂ മൈനസ് എൻ എന്ന് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 കേസസും റാങ്ക്സ് ഗിവൺ ആയിരിക്കുമ്പോഴും റാങ്ക്സ് ഗിവൺ അല്ലാത്തപ്പോഴും സെയിം ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ ഡി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഡി എന്ന് പറയുന്നത് ഈ 2 റാങ്കും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഡി ഈസ് ഈക്വൽ ടു R1 മൈനസ് R2. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. R1 മൈനസ് R2 ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേംസിൽ നമ്മൾ ഡി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡി സ്ക്വയറിലേക്ക് പോകണം. അപ്പൊ ആദ്യം നമ്മൾ ഡി കണ്ടുപിടിച്ചു, R1 മൈനസ് R2 കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കിട്ടിയ വാല്യൂവിന്റെ സ്ക്വയർ കാണണം. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ കിട്ടും. എന്നിട്ട് അതിന്റെ സിഗ്മ, അതായത് ഇതിന്റെ ടോട്ടൽ വാല്യൂ കാണുമ്പോൾ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ടോട്ടൽ ആണ് സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുകളിലത്തെ ടേമിൽ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ എൻ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾക്ക് കാണാം, എൻ ക്യൂബ് മൈനസ് എൻ. എൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട്, എത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്, അതാണ് എൻ. ഇവിടെ നോക്കുക, 1 2 3 4 5 6 7 7 റാങ്ക്സ് ഉണ്ട്. അപ്പൊ എൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എൻ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 7 ക്യൂബ് മൈനസ് 7 എന്ന് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയാണ് ചെയ്യാന്ന്. ശ്രദ്ധിക്കുക, R1 മൈനസ് R2 നമുക്ക് ആദ്യം ഡി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് 5 മൈനസ് 6 എടുക്കുക. 5 മൈനസ് 6 എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ -1 കിട്ടും. അതേപോലെ ഓരോ വാല്യൂസും 4 മൈനസ് 5 മൈനസ് 30, 7 മൈനസ് 2 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2 കിട്ടി. 2 മൈനസ് 4 എന്ന് പറയുമ്പോൾ -2 കിട്ടും. 6 മൈനസ് 7 എന്ന് പറയുമ്പോൾ നമുക്ക് -1 കിട്ടും. ഇനി ഇതിന്റെ ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡി സ്ക്വയർ കാണണമെങ്കിൽ ഇതിന്റെ മുഴുവൻ സ്ക്വയർ കാണാം. അപ്പൊ -1 ഇൻറ്റു -1 എല്ലാം പ്ലസ് ആവും. മൈനസ് വന്നാലും സ്ക്വയറിലേക്ക് മാറുമ്പോൾ എല്ലാം പ്ലസ് വാല്യൂ ആയി. ഇപ്പൊ 1 ആയി മാറി. 5 എന്നുള്ളത് മാത്രം നമ്മൾ 25 എന്ന് എഴുതി. 2ന്റെ സ്ക്വയർ 4 ആണ്. 2 ഇൻറ്റു 2 അഗെയിൻ 4, 2 ഇൻറ്റു 2 അഗെയിൻ 4, 1 ഇൻറ്റു 1 അഗെയിൻ 1. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, സിഗ്മ ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിഗ്മ ഡി സ്ക്വയർ, അപ്പൊ ഇതിന്റെ എല്ലാം ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ ആയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ എഴുതാം നമ്മൾ സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ ഇത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 40. നമ്മൾ ഇവിടെ എഴുതി 40 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൽ എൻ ക്യൂബ് ആണ്. എൻ ക്യൂബ് നമ്മൾ പറഞ്ഞു ഇതിൽ 7 ഐറ്റംസ് ആണുള്ളത്, 7 റാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ എൻ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ എന്താണ് ഇത് നമുക്ക് ഇവിടെ എഴുതേണ്ടത്, എൻ ക്യൂബ് മൈനസ് എൻ എന്ന് പറയുമ്പോൾ 7 ക്യൂബ് മൈനസ് 7 എന്ന് എഴുതണം. 7 ക്യൂബ് മൈനസ് 7 എന്ന് പറയുന്നത് എത്രയാണ്, 49 മൈനസ് 49 ഇൻറ്റു 7, അതായത് 7 ഇൻറ്റു 7 ഇൻറ്റു 7, അതാണ് 49 ഇൻറ്റു 7 എന്ന് പറയുന്നത്. 49 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം,
നോക്കാം, നമുക്കിത് ചെയ്യുമ്പോൾ 343 എന്ന് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക എൻ ക്യൂബ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു 343. ഇനി ഇക്വേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ആർ കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ എന്ന് പറയുന്നതാണ് ആർ കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ഒരു വേറെ ടേം ആണ്, അതുകൊണ്ട് മറ്റ് ടേംസ് ആയിട്ട് അത് കണക്ട് ചെയ്ത് മൈനസ് ചെയ്യരുത്. 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 40, അത് നമ്മളിവിടെ എഴുതി 40 ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചു 343 മൈനസ് ഇവിടെ എൻ ഉണ്ട്, എൻ്റെ വാല്യൂ ആണ് 7 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് നോക്കി നോക്ക്. നമുക്ക് ഇങ്ങനെ എഴുതാം 1 മൈനസ് 6 ഇൻറ്റു 40 എന്ന് പറയുന്നതാണ് 240. 240 ഡിവൈഡ് ബൈ 343 മൈനസ് 7 എന്ന് പറയുന്നത് 336 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ 1 മൈനസ് 240 ഡിവൈഡ് ബൈ 336 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഡിവൈഡഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 0.71 ആണ് കിട്ടുക. 1 മൈനസ് 0.71 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 1 മൈനസ് 0.71 എന്ന് പറയുന്നതാണ് 0.29. അപ്പോൾ ആർ കെ എന്ന് പറയുന്നത് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.29 ആണ്. ഇതാണ് ഇതിന്റെ വാല്യൂ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓർക്കുക. ഡി എന്ന് പറയുന്നത് R1 മൈനസ് R2 ആണ്. എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണുക, അതിന്റെ സിഗ്മ കാണുക. എൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക, അതിന്റെ ക്യൂബ് കാണുക, മൈനസ് ആ വാല്യൂ തന്നെ എടുക്കുക. സോ അങ്ങനെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലാസ്റ്റിൽ നമുക്ക് 1ൽ നിന്നും ഈ വാല്യൂ മൈനസ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മൈനസ് ദിസ് വാല്യൂ കിട്ടും. അതാണ് 1 മൈനസ് 0.71, അതാണ് 0.29 ആണ് ഇവിടുത്തെ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ റാങ്ക്സ് ആർ ഗിവൺ. ഇനി റാങ്ക്സ് ആർ നോട്ട് ഗിവൺ എന്നുള്ള കേസിലും സെയിം ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സെയിം ഇക്വേഷനിലാണ് ചെയ്യുന്നത്. കണ്ടോ, റാങ്ക്സ് ആർ നോട്ട് ഗിവൺ. ഇവിടെ നോക്കൂ, രണ്ട് വാല്യൂസ് തന്നിരിക്കുകയാണ് അവർ, എക്സും വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂസ് തരാണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസിനും നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് റാങ്ക് തന്നിട്ടുണ്ടാവില്ല, രണ്ട് വാല്യൂ ചിലപ്പോൾ മാർക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മാർക്സ് എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ തോന്നും നമുക്ക് അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരാം. ഏതിൽ വേണമെങ്കിൽ ചെയ്താലും വാല്യൂ സെയിം ആണ്. നമുക്ക് ചിലപ്പോൾ തോന്നും മാർക്ക് ആയതുകൊണ്ട് നമ്മൾ ഹയസ്റ്റ് മാർക്കിന് ഫസ്റ്റ് റാങ്ക് കൊടുത്താലേ ആൻസർ കിട്ടുമെന്ന് തോന്നും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതിൽ റാങ്ക്സ് അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും ചെറിയ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചെറിയ മാർക്കിന് നമുക്ക് ഫസ്റ്റ് എന്ന് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. അപ്പൊ അതും ഈ കൊടുക്കുന്ന റാങ്കും തമ്മിൽ ബന്ധമില്ലേ, കാരണം അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ, ഇതിലത്തെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് 9 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ 9 ആണ് ഞാനിവിടെ ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നത്, 1 എന്ന് കൊടുത്തു. അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യുന്നത്. ദെൻ 10 2 കൊടുത്തു. പിന്നെ നമുക്ക് 11 ഞാൻ 3 കൊടുത്തു. ദെൻ 12 ഇവിടെ ഞാൻ 4 കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നിന്റെ വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെ വാല്യൂസ് ഓരോന്നും കിട്ടും. ഞാൻ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെറുതാവാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിച്ചതാണ്. ഇനി അതുപോലെ തന്നെ വൈയുടെ വാല്യൂസ് നമ്മൾ ഇതുപോലെ, അപ്പൊ എക്സിൽ നമ്മൾ അസെൻഡിങ് ഓർഡർ ആണ് എടുക്കണമെങ്കിൽ അസെൻഡിങ് എന്ന് വെച്ചാൽ എന്താ, ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പോൾ വൈയിൽ നമ്മൾ അസെൻഡിങ് ഓർഡർ തന്നെ ചെയ്യണം. എക്സിൽ അസെൻഡിങ്ങും വൈയിൽ ഡിസെൻഡിങ്ങും ചെയ്യാൻ പാടില്ല. ഓക്കെ, എക്സിൽ നമ്മൾ ഇവിടെ അസെൻഡിങ് ചെറിയ നമ്പറിനാണ് നമ്മൾ ഹയസ്റ്റ് ഫസ്റ്റ് റാങ്ക് കൊടുത്തത്. അപ്പൊ നമ്മൾ ഇതിനും ഈ വൈയിലും അങ്ങനെ തന്നെ ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഇതിൽ ഏതാണ്? ഇതിൽ നോക്കുക, ഇതിലത്തെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് വൈ എന്ന് പറയുന്നതിൽ 2 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. അപ്പൊ നമ്മൾ അതിനവിടെ 1 എന്ന് കൊടുക്കുക, 2ന് 1 എന്ന് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പൊ നമ്മളവിടെ 2 എന്ന് കൊടുത്തു. പിന്നെ 3 കഴിഞ്ഞിട്ട് നമുക്ക് 4 ആണ്. അപ്പൊ നമ്മളവിടെ 3 എന്ന് കൊടുത്തു. 4 കഴിഞ്ഞിട്ട് പിന്നത്തെ വാല്യൂ 5 ആണ്. അപ്പൊ നമ്മളിവിടെ 4 എന്ന് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം, 5 ആണ് നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, 6 ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുത്തു? 4 വരെ റാങ്ക് കൊടുത്തു, 5th റാങ്ക് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ 7 ആണ്. നമ്മളിവിടെ 6 എന്ന് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യും. 10 വരെയുള്ള റാങ്കേഴ്സ് നമുക്ക് കിട്ടും. ഞാനിവിടെ എല്ലാ റാങ്ക്സും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ പോയ കേസ് പോലെ തന്നെ ഡി എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കണം. ഡി എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? R1 മൈനസ് R2 ആണ് ഡി എന്ന് പറയുന്ന വാല്യൂ. R1 മൈനസ് R2. അപ്പൊ നമുക്ക് ഇവിടെ R1 മൈനസ് R2 കണ്ടുപിടിക്കാം. 7 മൈനസ് 10 അല്ലെ, അപ്പൊ -3 എന്ന് കിട്ടും. നെക്സ്റ്റിൽ എങ്ങനെയാ? 9 മൈനസ് 9 അല്ലേ, അപ്പൊ 0 കിട്ടിക്കഴിഞ്ഞു. 6 മൈനസ് 3 എത്രയാണ്? 3 ആണ് അല്ലേ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 5
-5 ആണ്. അപ്പൊ വീണ്ടും 0 തന്നെ വരികയാണ്. കണ്ടോ? അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കും. കാണുമ്പോഴും നമുക്ക് നെക്സ്റ്റ് വാല്യൂ -3 എന്ന് കിട്ടും. ദെൻ അഗെയിൻ -3 വരും. 6 വന്നു, 2 വന്നു, 1 വന്നു, ഇവിടെ -3 വന്നു. അപ്പൊ d കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡി സ്ക്വയർ കാണണമെങ്കിൽ -3 ഇൻറ്റു -3, മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് ആയി കഴിഞ്ഞു. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്. 0 ഇൻറ്റു 0 0 ആണ്. 3 ഇൻറ്റു 3 അഗെയിൻ 9, 0, 9, 9, 36, 4, 1, 3 ഇൻറ്റു 3 9 ആണ്. ഇനി ഡി സ്ക്വയറിന്റെ ടോട്ടൽ നമ്മൾ കാണാം. ഡി സ്ക്വയറിന്റെ ടോട്ടൽ നമുക്ക് കിട്ടും എങ്ങനെ? ഡി സ്ക്വയർ ഓരോന്നും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 86 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. സിഗ്മ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 86 ആണ് കേട്ടോ. 86. അപ്പൊ നമ്മൾ ഡി സ്ക്വയർ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? എൻ ക്യൂബ് മൈനസ് എൻ കാണണം. ഇതിൽ എത്ര ടേംസ് ഉണ്ട് നോക്കുക. എൻ എത്ര റാങ്ക്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ? 10 റാങ്ക്സ് വരെ ഉണ്ട്. അപ്പൊ നമ്മൾ എൻ ക്യൂബ് മൈനസ് എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ക്യൂബ് മൈനസ് എൻ എന്ന് പറയുന്നത് 10 ക്യൂബ് മൈനസ് 10 ആണ് അല്ലേ? 10 ക്യൂബ് മൈനസ് 10 ആണ്. 10 ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ ആണ് 9. നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10 ക്യൂബ് മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 990 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആർ കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ആർ കെ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കോമൺ ടേം ആണെന്ന് പറഞ്ഞു. 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടി 86 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ, ഈ ഡിവൈഡഡ് ബൈ ഒരിക്കലും 1ന്റെ അടിയിലേക്ക് ഇടരുത്. 1 കോമൺ ടേം ആണ്. ഡിവൈഡഡ് ബൈ 990 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് 1 മൈനസ് 6 ഇൻറ്റു 86 എന്ന് നോക്കി നോക്കാം. 6 ഇൻറ്റു 86 എന്ന് പറയുന്നത് നമുക്ക് 516 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 990 ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 516 ഡിവൈഡഡ് ബൈ 990 എന്നുള്ളതിന് നമുക്ക് ചെയ്താൽ 0.52 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ അതിനെ വീണ്ടും 1ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0.52 എന്ന് പറയുന്നതാണ് 0.48 എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഏതാണ്? 0.48 എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഉള്ളില് ഈ സെയിം ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സെയിം ഇക്വേഷൻ ആണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്. റാങ്ക്സ് ഗിവൺ ആയിരിക്കുമ്പോഴും റാങ്ക്സ് ആർ നോട്ട് ഗിവൺ ആയിരിക്കുമ്പോഴും സെയിം ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ? ഇനി ഈ ഒരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, റാങ്ക്സ് ഈക്വൽ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ. അതായത് നമുക്ക് കുറെ വാല്യൂസ് മാത്രം തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരേ നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കണം കാണാം. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇതിൽ 16 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റഡ് ആണ്. എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ റാങ്ക്സ് എങ്ങനെയാണ് അതിന് കൊടുക്കേണ്ടത്? അപ്പൊ റാങ്ക്സ് റിപ്പീറ്റഡ് ആയിട്ട് റാങ്ക്സ് വരും. അതായത് റാങ്ക്സ് ഈക്വൽ ആയിട്ട് വരും. ഇതിനെയാണ് നമ്മൾ റാങ്ക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ. സെയിം നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് റാങ്ക്സ് ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് 1/12 എം ക്യൂ മൈനസ് എം പ്ലസ് 1/12 എം ക്യൂ മൈനസ് എം എക്സെട്ര. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ക്യൂ മൈനസ് എൻ. ഇത് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ മറ്റേ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നോർമൽ കേസിൽ നമ്മൾ എഴുതിയിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. ഇതിൽ നോക്കുക, 1 മൈനസ് കോമൺ തന്നെയാണ്. കണ്ടോ? 6 ഇവിടെയുണ്ട്. 6 സിഗ്മ ഡി സ്ക്വയർ ഇവിടെയുണ്ട്. ഇവിടെ ഈ സിഗ്മ ഡി സ്ക്വയറിന് മുമ്പായിട്ട് ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേം, അതായത് 1/12 എം ക്യൂ മൈനസ് എം എന്ന് പറയുന്ന ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. കണ്ടോ? 1, 2 ഇതിൽ ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് എത്ര പ്രാവശ്യം എഴുതണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ വാല്യൂ എങ്ങനെയാണ് ഇടേണ്ടത്, അതാണ് ഞാൻ ഇതിൽ പറയാൻ പോണത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു നമുക്കിവിടെ റാങ്ക്സ് തന്നിട്ടില്ല.
അപ്പൊ നമ്മൾ ആദ്യം റാങ്ക് കൊടുക്കാൻ പോകും. അപ്പൊ ഇതിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലാട്ടോ നമ്മൾ എപ്പോഴും ചെയ്യണത്. ഡിസെൻഡിങ് ആവുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കും, ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ അസെൻഡിങ് ഓർഡർ എപ്പോഴും പ്രിഫർ ചെയ്യണത്. അപ്പൊ 9 ആണ് ഇതിലത്തെ സ്മോളസ്റ്റ് വാല്യൂ അല്ലേ. അപ്പൊ 9 നമ്മൾ ഫസ്റ്റ് 1 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി സെക്കൻഡ് വാല്യൂ ഏതാണ്? സെക്കൻഡ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 16 ആണ് കാണുന്നത്, കണ്ടോ. പക്ഷേ ഈ 16 ഇവിടെ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെയാ വാല്യൂ കൊടുക്കുക? അപ്പൊ സെക്കൻഡ് റാങ്ക് കൊടുക്കണം, തേർഡ് റാങ്ക് കൊടുക്കണം, ഫോർത്ത് റാങ്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 + 3 + 4 ഡിവൈഡഡ് ബൈ അതിന്റെ ആവറേജ് കാണണം. ഡിവൈഡഡ് ബൈ 3 എടുത്തു. അപ്പൊ എത്ര കിട്ടിയത്? 4 + 2 6, 6 + 3 9, 9/3 എത്രയാണ്? 3. കണ്ടോ. അപ്പൊ നമ്മൾ ആ 3 എന്നുള്ള വാല്യൂ ഈ 16 എന്ന് പറയുന്നതിന് നേരെ നമ്മൾ 3 മാത്രം ഇട്ട് കൊടുക്കുക. 2 കൊടുക്കുന്നില്ല, 3 വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 4 ഇതിന്റെ ആവറേജ് കണ്ടു. ഈ 3 റാങ്കിന്റെ കൂടെ ആവറേജ് കണ്ടിട്ട് 3 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ 3 കൊടുത്തത്. ഇനി 4 നെക്സ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ 4 കഴിഞ്ഞ് 5ലേക്ക് നമുക്ക് കൊടുക്കണം. നെക്സ്റ്റ് വാല്യൂ 5 ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ എവിടെയാണ് ഇനി 5 കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 5 കൊടുക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് 24 ആണ്. അപ്പൊ നമ്മളിവിടെ 5 എന്ന് കൊടുത്തു, കണ്ടോ. 5 കൊടുത്തു. ഇനി അടുത്ത വാല്യൂ ഏതാണ് വരുന്നത്? 33 ആണ്. അപ്പൊ നമ്മളിവിടെ 6 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് വാല്യൂ വരുന്നത് 40 ആയതുകൊണ്ട് 7 എന്ന് കൊടുത്തു. ഇനി 48 നെക്സ്റ്റ് വാല്യൂ നമ്മൾ 8 എന്ന് കൊടുത്തു. ദെൻ 9 എന്നുള്ള വാല്യൂ എവിടെ കൊടുക്കണ്ടേ? 57 അടുത്ത വാല്യൂ. അപ്പൊ 9 എന്ന് കൊടുത്തു. ഇനി 10 എന്നുള്ള വാല്യൂ നമ്മൾ 65 നേരെ കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കൊടുക്കുക. ഇനി y എന്നുള്ള നമ്പേഴ്സ് എടുക്കാം. വൈന്നിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ആദ്യം തന്നെ 2 റിപ്പീറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 13 എന്നുള്ളത് റിപ്പീറ്റഡ് നമ്പേഴ്സ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇനി വേറെ ഏതെങ്കിലും റിപ്പീറ്റഡ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കിയേ. ഇതിന്റെ ഉള്ളിൽ വേറെ വരുന്നത് 6 വരുന്നുണ്ട്, കണ്ടോ. 6 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, കണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് ഇതിന് നമ്മൾ റാങ്ക് കൊടുക്കാൻ പോവാണ്. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഇതിൽ 4 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഇനി സെക്കൻഡ് വരുന്നത് ഏതാണ്? 6 ആണ് വരുന്നത്. അപ്പൊ 6 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും കൊടുക്കാൻ 2 നമ്പേഴ്സ് ആയി കഴിഞ്ഞു. അപ്പൊ 2/3 + 2 നോക്കുക, എത്രയാ വരുന്നത്? 5/2 അല്ലെ. 5/2 എന്ന് പറയുന്നതാണ് 2.5. അപ്പൊ ഈ 2 6ന് നമ്മൾ 2.5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതായത് ഫസ്റ്റ് റാങ്ക് കൊടുത്തു, സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നതിന് 2 നമ്പേഴ്സ് വന്നപ്പോൾ അതിന് കൊടുക്കേണ്ട റാങ്ക് ആണ് 2ഉം 3ഉം. അപ്പൊ ആ 2ന്റെയും 3ന്റെയും നമ്മൾ ആവറേജ് കണ്ടു. 2 + 3 / 2. 2 നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ 2 ഡിവൈഡ് ബൈ 2. നേരത്തെ നമ്മൾക്ക് 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ നമ്മൾ 2 + 3 + 4 / 3 കൊടുത്തു. ഏതൊക്കെ റാങ്ക് ആണോ കൊടുക്കേണ്ടത് അത് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ അത്രയും നമ്പേഴ്സ് ഡിവൈഡ് ബൈ 3. ഇവിടെ 2 നമ്പേഴ്സ് ആയതുകൊണ്ട് 2 + 3/2. ഓക്കെ. അപ്പൊ 2.5 കിട്ടി. ഇനി നമുക്ക് 3 കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ 4 ആണ് കൊടുക്കേണ്ടത്. 4 നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് നോക്കുക. 4 എന്നുള്ള വാല്യൂ വരുന്നത് 9 നേരെ നമുക്ക് 4 കൊടുക്കണം, കണ്ടോ. ഇനി 5 കൊടുക്കേണ്ടത് എവിടെയാന്ന് നോക്കുമ്പോൾ നമുക്ക് 13 ആണ് വരുന്നത്. വീണ്ടും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5ഉം 6ഉം 2 നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 5 + 6/2 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടുക? 5.5 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 5.5 എന്ന് 2 13ന് മുമ്പിൽ നമ്മൾ 5.5 എന്ന് കൊടുത്തു. മനസ്സിലായില്ലേ? ഫിഫ്ത്ത് നമ്പറും ഫിഫ്ത്ത് റാങ്കും സിക്സ്ത് റാങ്കും ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഫിഫ്ത്തും സിക്സ്തും ആണ് കൊടുക്കേണ്ടത്. ആ വാല്യൂ റിപ്പീറ്റഡ് ആയതുകൊണ്ട് അതിന്റെ ആവറേജ് കണ്ടപ്പോൾ 5.5 അത് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് സിക്സ്ത് റാങ്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ ആവറേജ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ സെവൻത് റാങ്ക് എവിടെയാണ് കൊടുക്കേണ്ടത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും എവിടെ? 15, കണ്ടോ. അപ്പൊ നമ്മൾ ഇവിടെ സെവൻത് റാങ്ക് കൊടുത്തു. ഇനി 15 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ വരുന്നത് എവിടെയാ നോക്കുക? 19. അപ്പൊ നമ്മൾ അവിടെ 8th കൊടുത്തു. ഇനി 9th വാല്യൂ എവിടെയാ വരണേ നോക്കുക. ദാറ്റ് ഇസ് 20, കണ്ടോ. ഇനി 10th വാല്യൂ വരുന്നത് 24ലാണ്. അപ്പൊ നമ്മൾ ഇവിടെ 10 എന്ന് കൊടുത്തു, കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കൊടുക്കുന്നത്. ഈ റാങ്ക്സ് ആർ ഈക്വൽ വരുന്ന കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം റിപ്പീറ്റഡ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക, അതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഈസിയാണ്. എന്നിട്ട് അസെൻഡിങ് ഓർഡറിലാണ് നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ സ്മോളസ്റ്റ് റാങ്ക് തൊട്ട് 1 2 3 എന്ന് ഇട്ട് കൊടുക്കുക. റിപ്പീറ്റഡ് വാല്യൂ വരുമ്പോൾ ഏതൊക്കെ റാങ്ക്സ് ആണോ അതിന് കൊടുക്കേണ്ടത് അതിന്റെ ആവറേജ് കാണുക. ആ വാല്യൂ കൊടുത്തിട്ട് റാങ്ക്സ് അവസാനം വരെയുള്ള റാങ്ക്സ്, ഇപ്പൊ 10 നമ്പേഴ്സ് ആണെങ്കിൽ 10 വരെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക.
ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈസിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ എം എന്നുള്ള വാല്യൂ നമുക്ക് നോക്കാം. ഡി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് പ്രാവശ്യം കണ്ടിരുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് R1 മൈനസ് R2 ആണ്. നമുക്ക് ഡി സ്ക്വയർ ആണ് കാണേണ്ടത് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഡി സ്ക്വയർ ഉണ്ട്, സിഗ്മ ഡി സ്ക്വയർ ആണ്. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കാണണം. അപ്പൊ ആർ കണ്ടേ. പിന്നെ എം എന്ന് പറയുന്നത് അത് ഞാൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫൈൻഡ് ഔട്ട് ചെയ്യണേക്ക് മുൻപ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഈ സൈൻ ഉണ്ടല്ലോ, ഈ യെല്ലോ കളറിൽ ഞാൻ പ്ലസ് ഇട്ടിങ്ങനെ കണ്ടോ, ഓരോ യെല്ലോ കളറിലെ പ്ലസ്. അപ്പൊ അതിന് മുമ്പുള്ള ഈ ഒരു ടേം ഉണ്ട് 1/12 MQ മൈനസ് എം, അത് തന്നെയാണ് സെയിം ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ റാങ്ക്സ് ഈക്വൽ എന്ന് പറയുന്നില്ല, ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, പ്ലസ് എക്സ്ട്രാ കൊടുത്തിരിക്കണ കണ്ടോ, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിക്കണമെന്ന് അറിയോ? അതായത് ഇതിൽ എത്ര റിപ്പീറ്റഡ് നമ്പേഴ്സ് ഉണ്ട് നോക്കുക. ഇപ്പൊ ഇതിൽ നോക്കിയേ, ഇതിൽ റിപ്പീറ്റഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 16 ഒരു റിപ്പീറ്റഡ് നമ്പർ ആണ് അല്ലെ, 16 ഒരു റിപ്പീറ്റഡ് നമ്പർ ആണ്. പിന്നെ ഇതിൽ വരുന്നത് 13 റിപ്പീറ്റഡ് നമ്പർ ആണ്. പിന്നെ ഒരു 6 റിപ്പീറ്റഡ് നമ്പർ ആണ്. അപ്പൊ നോക്കിയേ, 3 റിപ്പീറ്റഡ് നമ്പേഴ്സ് വന്നു, 1 2 3 അല്ലെ, 3 റിപ്പീറ്റഡ് നമ്പേഴ്സ് ഇതിൽ വന്നു. 16 റിപ്പീറ്റഡ് ആണ്, 13 റിപ്പീറ്റഡ് ആണ്, 6 റിപ്പീറ്റഡ് ആണ്, 3 നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയി. അപ്പൊ നമ്മൾ ഈ ഒരു ടേം 3 പ്രാവശ്യം എഴുതണം. 1/12 MQ മൈനസ് എം പ്ലസ് 1/12 MQ മൈനസ് എം പ്ലസ് ഒരു പ്രാവശ്യം കൂടി എഴുതണം. അപ്പോഴേ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒരു പ്രാവശ്യം കൂടി ഞാൻ എഴുതാൻ പോവാണ്, അപ്പോഴേ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 1/12 MQ മൈനസ് എം കണ്ടോ, ഇപ്പോഴേ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി എം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എം എന്ന് പറയുന്നത് ഈ ഓരോ നമ്പേഴ്സും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഓഫ് റാങ്ക് ആണ്. എന്ന് വെച്ചാൽ ഈ 16 എന്ന് പറയുന്ന നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 1 2 3 കണ്ടോ. 16 നേരെ പയ്യെ 3 എന്നൊന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കിയേ, 13 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 1 2. അപ്പൊ നമ്മളിവിടെ 2 എന്നൊന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നമ്പർ 6 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 2 ടൈംസ്, 2 എന്ന് എഴുതി കൊടുക്കുക. കണ്ട, അപ്പൊ 16 എന്ന് പറയുന്നത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, 13 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, 6 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അതാണ് ഈ എം എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഓഫ് റാങ്ക്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യത്തെ പാർട്ടിൽ എഴുതുമ്പോൾ 16ന്റെ റിപ്പീറ്റേഷൻ നമ്പർ 3 ക്യൂബ് മൈനസ് 3 എന്ന് എഴുതണം ഇവിടെ. പിന്നത്തെ പാർട്ടിൽ എഴുതുമ്പോൾ, സെക്കൻഡ് പാർട്ടിൽ എഴുതുമ്പോൾ ഇവിടുത്തെ എം ക്യൂ മൈനസ് എം എന്ന് പറയുന്നത്, എം ക്യൂ മൈനസ് എം എന്ന് പറഞ്ഞിടത്ത് നമ്മൾ 2 ടൈംസ് അല്ലേ റിപ്പീറ്റ് ചെയ്തേ. അപ്പൊ നമ്മളിവിടെ 2 ക്യൂബ് മൈനസ് 2 എന്ന് എഴുതണം. വീണ്ടും നമ്മൾ കണ്ടോ, ഇവിടെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തു, കാരണം 3 റിപ്പീറ്റഡ് നമ്പേഴ്സ് ഉണ്ട്, എം ക്യൂ മൈനസ് എം. വീണ്ടും നമ്മൾ 2 ക്യൂബ് മൈനസ് 2 എന്ന് എഴുതണം. കണ്ടോ, 2 ക്യൂബ് മൈനസ് 2 എന്ന് എഴുതണം ഇവിടെ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എൻ ക്യൂ മൈനസ് എങ്ങനെയാന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എത്ര നമ്പേഴ്സ് ഉണ്ട് ഇതിൽ? 10 റാങ്ക്സ് ഉണ്ട്. 10 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ 10 ക്യൂബ് മൈനസ് 10 എന്ന് എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ എം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? എത്ര ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി, എം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മനസ്സിലായി. നമുക്ക് നോർമൽ ഇക്വേഷൻ പോലെ തന്നെ ഡി കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? R1 മൈനസ് R2 ആണ്. ഇതിൽ R1 മൈനസ് R2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇവിടെ 2.5 കിട്ടും, 0.5 വരും, -3 വരും, ദെൻ -1.5, 1 മൈനസ് 2.5, then 3 മൈനസ് 7 എന്ന് പറയുന്നതാണ് -4. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും, 0.51. ഇനി നമുക്ക് ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡി സ്ക്വയർ കാണാം. 2.5 ഇൻറ്റു 2.5 എന്ന് പറയുന്നതാണ് 6.25. 0.5 ഇൻറ്റു 0.5 ആണ് 0.25. -3 ഇൻറ്റു -3 ആണ് 9. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. 2.25, 16, 4, 1, 1, 0.251 കാണാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ ഡി സ്ക്വയർ വേണം. അപ്പൊ സിഗ്മ ഈ വാല്യൂസ് ഓരോന്നും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 41 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 41 കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 1/12 എം ക്യൂബ്. എം ക്യൂബിന്റെ അവിടെ നമ്മൾ എത്രയാണ്? 3 ആണ് കൊടുത്തത്. പിന്നെ എം ക്യൂബിൽ 2 കൊടുത്തു, പിന്നത്തെ എം ക്യൂബിൽ 2 കൊടുത്തു, 2 ക്യൂബ് മൈനസ് 2 കൊടുത്തു. ഈ ഓരോ വാല്യൂസും നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇനി അടുത്തതായിട്ട് ചെയ്യുക. അപ്പൊ ഇക്വേഷന്റെ വലിപ്പം കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. കണ്ടോ, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എം ക്യൂബിന്റെ വാല്യൂ പറഞ്ഞു ആദ്യം 3 കൊടുക്കണം, പിന്നെ 2 കൊടുക്കണം, പിന്നെ 2 കൊടുക്കണം. നിങ്ങൾക്ക് ഇത്രയും വലിയ ഇക്വേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മളൊരു സൂത്രം ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഈ ഒരു ടേം മാത്രം കണ്ടുപിടിക്കുക, എം ക്യൂ മൈനസ് എം.
1/2 ഞാൻ പറഞ്ഞു ഇത് റിപ്പീറ്റഡ് ആണ്. 1/12 എം ക്യൂ മൈനസ് എം, വീണ്ടും 1/12 എം ക്യൂ മൈനസ് എം, വീണ്ടും 1/12 എം ക്യൂ മൈനസ് എം. എമ്മിന്റെ വാല്യൂ മാറിപ്പോവാണ്. അപ്പൊ നമുക്ക് ഈ എം ക്യൂ മൈനസ് എം എന്നുള്ളത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിഗ്മ എം ക്യൂബ് മൈനസ് എം എന്നുള്ളതിന്റെ വാല്യൂ കണ്ടിട്ട് ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിഗ്മ എം ക്യൂ മൈനസ് എം എന്ന് പറഞ്ഞത് എത്രയാ? ആദ്യം 3 കൊടുക്കുക അല്ലേ? ഫസ്റ്റ് നമ്പർ 3 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തത്. 16 എന്ന് പറയുന്ന വാല്യൂ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3q മൈനസ് 3 എന്ന് കൊടുക്കുക. 3q മൈനസ് 3 ചെയ്ത് നമുക്ക് 24 എന്ന് കിട്ടും. പിന്നത്തെ വാല്യൂ 2q മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. പിന്നത്തെ വാല്യൂ വീണ്ടും 2q മൈനസ് 2 തന്നെയാണ് 6 എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇതിന്റെ സിഗ്മ കണ്ടു നോക്കിയാൽ സിഗ്മ എം ക്യൂ മൈനസ് എം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ആഡ് ചെയ്യുക. 24 പ്ലസ് 6 പ്ലസ് 6 അതാണ് 36 എന്നുള്ള വാല്യൂ വന്നു. 36 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഈസി ആയിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 36 എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു സിഗ്മ എം ക്യൂ മൈനസ് എമ്മിന്റെ മൂന്നിന്റെ കൂടി വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിവൈഡ് ബൈ 12 മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 36 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ നമുക്ക് 36 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? 12 എന്നുള്ളത് 12 ഇൻറ്റു 3 ആണ്, 36 കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 41 ആണ്. ഇൻറ്റു 41 കണ്ടോ, ഡിവൈഡഡ് ബൈ പ്ലസ് 3 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു പാർട്ടിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ എത്രയാണ്? 10 ക്യൂബ് മൈനസ് 10 വാല്യൂസ് അല്ലേ? 6 എന്ന് പറയുന്നത് 10 വാല്യൂസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എത്ര റാങ്ക്സ് ഉണ്ട്? 10 റാങ്ക്സ് ഉണ്ട്, 10 വാല്യൂസ് ഉണ്ട്. അപ്പൊ n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 ക്യൂബ് മൈനസ് 10 നമ്മൾ എഴുതി. ഇനി ഇതിന് വേഗം ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 1 മൈനസ് 6 ഇൻറ്റു 41 പ്ലസ് 3 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും 1 മൈനസ് 6 ഇൻറ്റു 44 ഡിവൈഡഡ് ബൈ 9 90 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 44 എന്ന് പറയുന്നതാണ് 264 ഡിവൈഡഡ് ബൈ 990. That's equal to 1 minus 0.266 എന്ന് കിട്ടും. 1 minus 0.26 എന്ന് പറയുന്നതാണ് 0.73. കണ്ടോ? അപ്പൊ ഇതാണ് റാങ്ക് കോറിലേഷൻ. അപ്പൊ ഈസി ആയിട്ട് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു എം ക്യൂബിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ എം ക്യൂബ് ഈ ഒരു പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാം. എം ക്യൂബ് മൈനസ് എമ്മിന്റെ വാല്യൂ കൊടുത്താൽ മതി. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഓഫ് റാങ്ക്സ് ആണ്. അപ്പൊ 24 6 കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ എം ക്യൂ മൈനസ് എം കിട്ടി. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 12 ചെയ്തു. ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ പ്ലസ് ഈ വാല്യൂ എഴുതി 3 എഴുതി ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 10 ക്യൂ മൈനസ് 10 എഴുതി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.73 എന്ന് പറയുന്ന കോറിലേഷന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.